തക്കാളി കുറഞ്ഞ വിലക്ക് കിട്ടുമ്പോൾ ഇതുപോലെ തക്കാളി പേസ്റ്റ് ഉണ്ടാക്കി സൂക്ഷിച്ചാൽ മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മായങ്ങളൊന്നും ചേർക്കാതെ വളരെ ശുദ്ധമായൊരു തക്കാളി പേസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ വിലക്ക് കുറേ തക്കാളി കിട്ടിയിട്ടുണ്ട്. 100 രൂപക്ക് 6 കിലോ തക്കാളിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും തക്കാളി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ശരിയാവില്ല, പെട്ടെന്ന് കേടായിപ്പോവും. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഒരു 2-2.5 കിലോ തക്കാളി എടുത്ത് തക്കാളി പേസ്റ്റ് ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. അതിനായി നമ്മൾ നല്ല പഴുത്ത തക്കാളി നോക്കി മാറ്റി വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം കുറച്ച് സമയം കുതിർത്ത് വെച്ചു. ഒരു 10-20 മിനിറ്റ് തക്കാളിയൊക്കെ നല്ലവണ്ണം കുതിർത്ത് വെച്ച ശേഷം വീണ്ടും 2-3 വെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം തക്കാളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തക്കാളി അധികം വേവൊന്നും ചെയ്യേണ്ട, തക്കാളിയുടെ തൊലി കളയാൻ മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയേ. വെള്ളമൊക്കെ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. അധികം തിളക്കാതെ തന്നെ നമുക്ക് തക്കാളിയുടെ വെള്ളമൊക്കെ ഊറ്റി ചൂടാറിയിട്ടോ അല്ലാതെയോ നമുക്ക് തൊലിയെല്ലാം നല്ലവണ്ണം മാറ്റിയെടുക്കാം. നിങ്ങൾ ഇതുവരെ തക്കാളി പേസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണേ, അടിപൊളി ടേസ്റ്റായിരിക്കും. ഏത് കറിക്കിട്ടാലും നല്ല ടേസ്റ്റായിരിക്കും. മീൻ മുളകിട്ടാലോ അല്ല മീൻ തേങ്ങ അരച്ച് വെച്ചാലോ അല്ല ചിക്കൻ കറിയോ ബീഫ് കറിക്കോ ഏത് കറിക്കായാലും ഈ തക്കാളി പേസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനായി നമ്മൾ അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ചിക്കൻ കറിക്ക് ചിക്കൻ മസാലയും ഫിഷ് കറിക്ക് ഫിഷ് മസാലയും ചേർത്ത് കൊടുക്കണേ. തക്കാളിയുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കുറച്ച് മസാലപ്പൊടികൾ ചേർക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഏത് കറിക്കായാലും ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. തക്കാളിയുടെ എല്ലാം തൊലി കളഞ്ഞു പിന്നെ നമ്മൾ ചെയ്തത് നേരെ പകുതിയാക്കി അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞു. കുരു മാത്രം കളഞ്ഞാൽ മതി, ആ തക്കാളിൻ്റെ വെള്ളം നമുക്ക് വേണ്ടതാണ്. തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ തക്കാളി പകുതിയാക്കിയിട്ടാണ് കുരുവൊക്കെ മാറ്റിയത്. എങ്കിലേ അതിലെന്തെങ്കിലും പുഴുക്കളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഇത് നമ്മൾ പുതിയ തക്കാളി നോക്കിയിട്ടാണ് എടുത്തത്. തക്കാളി അധിക നാൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുറമേ കേടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഉള്ളിൽ നമ്മൾ കാണാത്ത പുഴുക്കളുണ്ടാവും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തക്കാളിയൊക്കെ തൊലി കളഞ്ഞ് അതിൻ്റെ നീരൊക്കെ നമ്മൾ വേറൊരു അരിപ്പയിലേക്ക് മാറ്റി കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ തക്കാളിയും അതിൻ്റെ വെള്ളവും ഒക്കെ നമ്മൾ ഒരു മിക്സിയിൽ നല്ലവണ്ണം അടിച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി നല്ലോണം വേവിച്ചെടുക്കണേ. പിന്നെ തക്കാളി പേസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണേ. നമ്മൾ ചേർത്ത് കൊടുത്തത് കാശ്മീരി ചില്ലി പൗഡറാണ്. എങ്കിലേ നല്ല കളറ് കിട്ടും, തക്കാളിക്ക് നല്ല റെഡ് കളറ് കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. പിന്നെ ആ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിലേ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടൂ. തക്കാളിയൊക്കെ നല്ലവണ്ണം തിള വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം പൊടിച്ചതാണ്. അതേപോലെ 1 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയും അതേ അളവിൽ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് തക്കാളിയുടെ വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി വരണേ. എങ്കിലേ ഇത് കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്, ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ടില്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടുക്കി പിടിച്ച് പോയാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. തക്കാളിയുടെ വെള്ളമൊക്കെ കുറേശ്ശെ വറ്റി വരുമ്പോൾ നമുക്ക് തീ ഒന്ന് ചെറുതായി കുറച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. തക്കാളി പേസ്റ്റൊക്കെ ഇത് കുറുകി വരുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്തത് 2 സ്പൂൺ വിനാഗിരിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വിനാഗിരി ചേർത്താൽ നമുക്ക് കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. വിനാഗിരി ഒരിക്കലും അധികമാകാൻ പാടില്ല, കറക്റ്റ് അളവിൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. മിനിഞ്ഞാന്ന് വരെ തക്കാളിക്ക് 40 രൂപയായിരുന്നു റേറ്റ്. ഇന്ന് എന്തോ അറിയില്ല, നല്ല വില കുറവിലാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് മനസ്സിൽ കരുതി തന്നെയാണ് വാങ്ങിയത്.
ഇത് ഉണ്ടാക്കിയ അപ്പം തന്നെ നമ്മൾ ചിക്കൻ കറിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളിയൊന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി മസാലപ്പൊടികളൊന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തക്കാളി ഇങ്ങനെ കുറുക്കി എടുത്താൽ മാത്രം മതി. കുറച്ച് വിനാഗിരി മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇങ്ങനെ മസാലപ്പൊടി ചേർത്താൽ പിന്നെ കറിക്കൊക്കെ വേറെ മസാലപ്പൊടികളൊന്നും കൂടുതൽ ചേർക്കേണ്ടി വരില്ല. നമ്മളധികവും തക്കാളി പേസ്റ്റാണ് ഉപയോഗിക്കാറ്. ഇതാവുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് മനസ്സമാധാനത്തോടെ ഉപയോഗിക്കാമല്ലോ. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ചേർത്തുന്നത് എന്നും നമുക്കറിയില്ലല്ലോ. എങ്കിലും എനിക്ക് തക്കാളി പേസ്റ്റ് തന്നെയാണ് ഇഷ്ടം. ഏകദേശം ഇതേ ടേസ്റ്റ് തന്നെ നമ്മൾക്കുള്ള തക്കാളി പേസ്റ്റ് ഉള്ളത്. തക്കാളി പേസ്റ്റൊക്കെ നല്ലവണ്ണം കുറുകി വരുന്നുണ്ട്. കുറച്ചുകൂടി അതിൻ്റെ വെള്ളം വറ്റാനുണ്ട്. കുറച്ച് വിഷമമുള്ള പണിയാണ്, എങ്കിലും നമുക്ക് കുറേ നാളത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. അതുകൂടിയായപ്പോൾ നല്ല സ്മെല്ലും വന്നു. തക്കാളി പേസ്റ്റിന് തന്നെ നല്ല രുചിയും വന്നു. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? തക്കാളിക്ക് വില കുറഞ്ഞ സമയം മാത്രമേ ഇങ്ങനെയൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റൂ. ഈ 2-3 ദിവസം തക്കാളിക്ക് എന്തായാലും വില കുറഞ്ഞ് കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇനി ഓണത്തിൻ്റെ സമയം അടുക്കുമ്പോൾ എല്ലാ പച്ചക്കറിക്കും നല്ല വിലയായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ വില കുറച്ച് തക്കാളി കിട്ടുമെങ്കിൽ എന്തായാലും പെട്ടെന്ന് വാങ്ങി ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ നമ്മളെ തക്കാളി പേസ്റ്റൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് അളവിൽ വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല. ഇനി നല്ലവണ്ണം ആറിയ ശേഷം നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിലാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.